അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ മെഴുക്ക് പുരട്ടി എന്ത് രുചിയാ അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ സ്വാദ് തീർച്ചയായും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, അതും അവസാനം കഴിക്കാൻ നല്ല രുചിയുണ്ടാവും. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി വേണ്ടത് പച്ച തേങ്ങ നീളത്തിൽ മുറിച്ചതും, അത് പ്രത്യേക സ്വാദുണ്ടാവും. സവാളയും കൂടെ ചേർത്ത് ലൈറ്റായി വഴറ്റാം. ഇനി 1/4 കിലോഗ്രാം അച്ചിങ്ങാപ്പയർ, നമ്മൾ വള്ളിപ്പയറെന്നും വിളിക്കും. പച്ചക്കറികളിൽ കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ പയറാണ്. നീളത്തിൽ മുറിച്ചങ്ങോട്ട് ചേർക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലൊരു മിക്സിങ്. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പം തന്നെ കൊതിപ്പിക്കുന്ന മണമാണ്. 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുക്കായാൽ മാത്രം മതി. ഇതിൽ എളുപ്പത്തിൽ എന്ത് കറി ഉണ്ടാക്കാൻ. രുചിയുടെ കാര്യത്തിൽ മുന്നിലേക്കുന്ന ഈ മെഴുക്ക് പുരട്ടി ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം.